സോ നമ്മൾ ഈ പറഞ്ഞ ഡ്രഗ്, ആൽക്കഹോൾ, സ്മോക്കിംഗ് ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്തുമാത്രം ഈ സൊസൈറ്റീനെ എഫക്റ്റ് ചെയ്യണം നമുക്കറിയാം. സോ ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം? ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ പറഞ്ഞ ഹാബിറ്റുകൾ എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ആയാലും അതുപോലെ ആൽക്കഹോൾ, ഡ്രഗ് എന്നീ ഉപയോഗങ്ങളൊക്കെ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് യങ് ഏജിൽ, എസ്പെഷ്യലി അഡോളസൻസിലാണ് ഈ ബാഡ് ഹാബിറ്റുകളിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം കൂടുതലുള്ളത്. സോ നമ്മൾക്ക് തീർച്ചയായിട്ടും ഈ ഹാബിറ്റുകളിൽ എങ്ങനെയാണ് കുട്ടികൾ എത്തിച്ചേരുന്നത്, എന്തിൻ്റെ ബേസിലാണ്, ഏതൊരു ഇതിൻ്റെ കാരണമാണ്, അതിൻ്റെ റീസൺ എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് കുട്ടികൾ അല്ലെങ്കിൽ യങ് ഏജിൽ അല്ലെങ്കിൽ അഡോളസൻസിൽ കുട്ടികൾ ഈ പറഞ്ഞ ബാഡ് ഹാബിറ്റുകൾ, ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ, സ്മോക്കിംഗ് ഇതുപോലത്തെ ഹാബിറ്റുകളിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ സിറ്റുവേഷനിൽ ഏതൊരു പരിതസ്ഥിതിയിലാണ് കുട്ടികൾ എത്തുന്നതും ഈ ഒരു ഹാബിറ്റ് അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നതുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതനുസരിച്ച് അതിനെ നിന്ന് പുറത്തു കൊണ്ടുവരാനും അതിനുള്ള പരിഹാരങ്ങളും നമ്മൾ േണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് കുട്ടികൾ ഇതുപോലത്തെ മോശമായ സാഹചര്യങ്ങളിലേക്കും ഇതുപോലത്തെ ബാഡ് ഹാബിറ്റുകളിലേക്കും എത്തിപ്പെടുന്നതെന്നും അതിനനുസരിച്ച് എങ്ങനെ എന്തൊക്കെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാം, എന്തൊക്കെ പരിഹാരങ്ങൾ നമുക്ക് കണ്ടെത്താം എന്നുള്ളത് വളരെ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ടീച്ചേഴ്സിനാണെങ്കിലും പാരൻസിനാണെങ്കിലും സ്പെഷ്യൽ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ നിന്ന് കുട്ടികളെ തിരിച്ചു പുറത്തു കൊണ്ടുവരിക. ഇതുപോലത്തെ സിറ്റുവേഷനിലേക്ക് കുട്ടികൾ പെടാതെ കാത്തു സൂക്ഷിക്കുക. അഥവാ അങ്ങനെ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ സിറ്റുവേഷനിൽ നിന്ന്, അതുപോലത്തെ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നും മോശപ്പെട്ട ഹാബിറ്റുകളിൽ നിന്നും കുട്ടികളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും വലിയ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം തന്നെ, വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ടീച്ചേഴ്സിനായാലും പാരൻസിനായാലും ഉള്ളത്. സോ ഈ അഡോളസൻസ് ഏജിൽ ആൽക്കഹോൾ, ഡ്രഗ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഇതുപോലത്തെ ഹാബിറ്റുകൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രിവെൻറ്റീവ് മെഷേഴ്സുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് ഈ പ്രായത്തിൽ നമുക്ക് അവരെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റുക എന്ന് നോക്കാം. സോ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് എന്തൊക്കെ എടുക്കാം? സോ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഇതുപോലത്തെ ഏത് ബാഡ് ഹാബിറ്റായാലും, ആൽക്കഹോൾ, ഡ്രഗ് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഇതുപോലത്തെ ഏത് ബാഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അബ്യൂസിൽ നിന്ന് വരാതിരിക്കാനും അഥവാ വന്നുപെട്ടാൽ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനും എന്തൊക്കെ മാർഗങ്ങൾ, എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ് നമുക്ക് എടുക്കാൻ നോക്കാം. ആ റെമഡിയൽ മെഷേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്കറിയണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെമഡിയൽ മെഷേഴ്സ് എടുക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഒരുപാട് കേട്ടുപരിചയമുള്ളൊരു ഇതാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വളരെ പുരാതനമായിട്ടുള്ള ഒരു ഏജ് ഓൾഡ് അഡേജാണ്, സുഭാഷിതമാണ്, വളരെ പണ്ട് മുതലേ കേട്ടുപരിചയമുള്ളതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് അത് വരാതെ നോക്കുകയാണ്. സോ എന്തിലെങ്കിലും ചെന്ന് പെട്ടിട്ട് അതിന് റെമഡി എടുക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? അതിൽ ചെന്നുപെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. സോ പ്രിവെൻഷനാണ് ഏറ്റവും നല്ല, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റെമഡി. സോ നമുക്ക് എന്തൊക്കെ പ്രിവെൻഷനായിട്ടുള്ള അല്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഷേഴ്സുകൾ നമുക്ക് എന്തൊക്കെ എടുക്കാം? ആദ്യത്തത്, അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ. അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടിയും ഓരോ ഇൻഡിവിജ്വലാണ്. ഓരോ കുട്ടി എന്ന് പറഞ്ഞാൽ അവർക്കൊരു യുണീക്ക് പേഴ്സണാലിറ്റിയാണുള്ളത്. സോ അവൻ അല്ലെങ്കിൽ അവൾ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിക്കും അവരുടേതായ ഒരു ചോയ്സ്, അവരുടേതായ ഒരു പേഴ്സണാലിറ്റി അവർക്കുണ്ടെന്ന് നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. സോ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവേണ്ട കാര്യമാണ് ഓരോ കുട്ടിയും എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക്, അവരുടേതായ ചോയ്സും പേഴ്സണാലിറ്റിയുള്ള ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലാണ് ഓരോ കുഞ്ഞുങ്ങളും, ഓരോ കുട്ടികളും. സോ നമ്മൾ ഒരിക്കലും അവരുടെ ഒരു കാപ്പബിലിറ്റി, അവരുടെ കഴിവിനപ്പുറത്ത്, അവരുടെ പൊട്ടൻഷ്യലിന് അപ്പുറത്തേക്ക് നമ്മൾ അവരെ ഒരിക്കലും പ്രഷറൈസ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ഒരു ആവശ്യമില്ലാതെ ഒരു കമ്പാരിസൺ, അവരെ കണ്ടുപിടിക്കുക, ഇവരെ കണ്ടുപിടിക്കുക, അവരെ നോക്കി ഇവരെ നോക്കാൻ അനാവശ്യമായിട്ടുള്ള ഒരു പ്രഷറും കുട്ടിയിൽ നമ്മൾ ഇടാൻ പാടില്ല. അവരുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എബിലിറ്റിക്ക് മേലെ നമ്മൾ ഒരിക്കലും പെർഫോം ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ സ്റ്റഡീസിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും മറ്റ് ആക്ടിവിറ്റീസിലാണെങ്കിലും ഒരിക്കലും അവരുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അവരുടെ എബിലിറ്റിക്ക് മേലെ അവർക്ക് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഒരു പ്രഷർ അവർക്ക് ഇടാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്, അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ. മറ്റു കുട്ടികളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാണ്ട് ഓരോ കുട്ടീനും ഓരോ ഇൻഡിവിജ്വൽ, ഓരോ യുണീക്ക് പേഴ്സണാലിറ്റി ആയിട്ട് യുണീക്ക് ചോയ്സുകളാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ്. സോ അവരുടെ ആ
പ്രത്യേകമായ കഴിവുകൾക്ക് അപ്പുറമായിട്ട് നമ്മൾ ഒരിക്കലും സ്റ്റഡീസിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും മറ്റ് ആക്ടിവിറ്റിയിലാണെങ്കിലും ഒരു അനാവശ്യമായിട്ടുള്ള പ്രഷർ ഒരു കുട്ടിയിലും നമ്മൾ ആരും ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആയാലും ഒരു കുട്ടിയിലും അങ്ങനെ നമ്മൾ അവരിൽ ഒരു പ്രഷർ ചെലുത്താൻ പാടുള്ളതല്ല. അതാണ് അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ. രണ്ടാമത്തത് പ്രിവെൻഷൻ എന്നുള്ളത് എഡ്യൂക്കേറ്റിംഗ് ആൻഡ് കൗൺസിലിംഗ്. എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് ഈ അഡോളസൻസ് ഏജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും പ്രോപ്പറായിട്ടൊരു കൗൺസിലിങ്ങും ഒരു കുട്ടിക്ക് കൊടുക്കണം. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷനും ഏറ്റവും നല്ല രീതിയിലുള്ളൊരു കൗൺസിലിങ്ങും ഒരു കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അവൻ അല്ലെങ്കിൽ അവളെ ഓരോ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനും ആ സ്ട്രെസ്സുകളെ അവരുടെ ലൈഫിൽ വരുന്ന എസ്പെഷ്യലി അഡോളസൻസ് ഏജിൽ വരുന്ന ഒരു പ്രോബ്ലംസ് ആണെങ്കിലും സ്ട്രെസ്സുകളെയും എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് പ്രോപ്പറായിട്ടൊരു എഡ്യൂക്കേഷനും കൗൺസിലിങ്ങും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷനിലൂടെയും ഗൈഡൻസിലൂടെയും അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെയും ആ കുട്ടിക്ക് അത് അംഗീകരിക്കാനുള്ള ഓരോ ഡിസപ്പോയിൻമെൻറ്റ് ജീവിതത്തിലുള്ള ഓരോ ഡിസപ്പോയിൻമെൻറ്റുകളും പരാജയങ്ങളും ഓരോ നിരാശകളെയും പരാജയങ്ങളെയും അത് ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അതിനെ അംഗീകരിക്കാനുള്ള ഒരു കൗൺസിലിങ്ങും കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. സോ അവർ മനസ്സിലാക്കേണ്ടതാണ് ഓരോ കുട്ടിയും എന്താണ് ഈ പറഞ്ഞ ഡിസപ്പോയിൻമെൻറ്റുകൾ, നിരാശകളാണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും പരാജയങ്ങൾ. സോ നിരാശകളും പരാജയങ്ങളും എല്ലാം സന്തോഷങ്ങളുടെ ഒപ്പം തന്നെ ഇതെല്ലാം തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അതിനെ അംഗീകരിക്കാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ അംഗീകരിക്കാനുള്ള മനസ്സ് കുട്ടികൾക്ക് നേടിയെടുക്കേണ്ടതാണ്. കുട്ടികൾക്ക് നമ്മളത് കൗൺസിലിങ്ങിലൂടെയും പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനിലൂടെയും പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസുകളിലൂടെയും നമ്മളത് കൊടുത്ത് വളർത്തേണ്ടതായിട്ടുണ്ട്. എല്ലാം നമ്മുടെ ജീവിതമാകുമ്പോൾ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഡിസപ്പോയിൻമെൻറ്റുകളും ഫെയിലിയറുകളും സന്തോഷങ്ങളും എല്ലാം വരും. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെയൊന്നും സ്റ്റക്കാവേണ്ടതില്ല. ഇത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉള്ള ഒരു പ്രായമാണ്. ഏറ്റവും കൂടുതൽ എന്തൂസിയാസം, ക്രിയേറ്റിവിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജാണ് അഡോളസൻസ്. സോ കുട്ടികളിലുള്ള ഈ എനർജിനെ ഏറ്റവും നല്ല രീതിയിൽ ചാനലൈസ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് ഒരു ഹെൽത്തി ആക്ടിവിറ്റീസിലേക്ക് ഈ എനർജീനെ കടത്തിവിടണം. അവരെ തിരിച്ചുവിടണം. അവരുടെ എനർജി ഏറ്റവും നല്ല ചാനലൈസ് ചെയ്ത് വിടണം. ഏറ്റവും നല്ല ഹെൽത്തി ആക്ടിവിറ്റീസ് പോലെയുള്ള സ്പോർട്സ് അല്ലെങ്കിൽ റീഡിങ്, മ്യൂസിക്, യോഗ അല്ലെങ്കിൽ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടോ ആ ആക്ടിവിറ്റീസിലേക്കൊക്കെ ഈ കുട്ടിയുടെ ഏറ്റവും എമിനൻ്റായിട്ട് ഏറ്റവും പീക്കിൽ വരുന്ന എനർജീനെ കറക്റ്റായിട്ട് അതിനെ നമ്മൾ ദിശ തിരിച്ചു വിടുന്നത് ചാനലൈസ് ചെയ്ത് വിടേണ്ടതാണ്. സോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടിയിൽ ഈ പ്രത്യേക കാലയളവിൽ തന്നെ അഡോളസൻസിൽ തന്നെ ഏറ്റവും നല്ലൊരു ഡെവലപ്മെൻറ്റ് ആ കുട്ടിയിൽ നടക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് മാറാനായിട്ട് ആ കുട്ടിക്ക് സാധിക്കും. സോ കുട്ടികളിലുള്ള എനർജിയൊക്കെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതിൽ നിന്ന് തന്നെ ആ കുട്ടിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏതിലാണോ എക്സൽ ചെയ്യാൻ പറ്റുക, ഏറ്റവും നല്ല കഴിവ് എബിലിറ്റി ഏതിലാണുള്ളതെന്ന് മനസ്സിലാക്കി ആ കുട്ടിക്ക് തന്നെ നല്ലൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവൻ്റേതായ അല്ലെങ്കിൽ അവളുടേതായ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി രൂപവൽക്കരിക്കാനായിട്ട് സാധിക്കും. ഏതിലൂടെ? പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെ. മൂന്നാമതായിട്ട് പറയുന്നത് സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് പിയേഴ്സ്. നമുക്ക് ഇതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ പാരൻസിൽ നിന്നും ഏറ്റവും നല്ല ഫ്രണ്ട്സിൽ നിന്നും ഹെൽപ്പ് ആവശ്യപ്പെടാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അവർക്കൊരു സാന്നിധ്യം ഉണ്ടായിരിക്കണം. സോ നമ്മൾ അതിനുള്ള വാതിലുകൾ എപ്പോഴും തുറന്നിടണം. സോ എപ്പോഴൊക്കെ ഒരു കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിനനുസരിച്ച് ഹെൽപ്പ്, സഹായം തേടാനും അതിനനുസരിച്ചുള്ള മാർഗനിർദ്ദേശം തേടാനും അത് പാരൻസിൽ നിന്നാണെങ്കിലും നല്ല ഫ്രണ്ട്സിൽ നിന്നാണെങ്കിലും അതിനനുസരിച്ചുള്ള നല്ല മാർഗനിർദ്ദേശങ്ങൾ നേടാൻ ഗൈഡൻസ് തേടാനായിട്ട് കുട്ടിക്ക് സാധിക്കണം. സോ അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. സോ അവർക്ക് ഓപ്പണായിട്ട് പെരുമാറാനുള്ള അവർക്ക് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. സോ കുട്ടികൾക്ക് ഇതുപോലെ ക്ലോസ് ഫ്രണ്ട്സിൽ നിന്നും അതുപോലെ വിശ്വസിക്കാവുന്ന കുറച്ച് ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാം. സോ ഈ യങ്സ്റ്റേഴ്സിന് അവരുടെ ആങ്സൈറ്റി, അഡോളസൻസ് ഏജിൽ വരുന്ന ഈ ആങ്സൈറ്റി, അമിതമായിട്ടുള്ള ആങ്സൈറ്റി, അതുപോലെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഗിൽറ്റി ഫീലിംഗ്, കുറ്റബോധങ്ങൾ, ഇതൊക്കെ ഷെയർ ചെയ്യാനും അതിൽ നിന്ന് മറികടക്കാനും ഇങ്ങനെ ഒരു ബോണ്ട് അവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ
അത് പാരൻസ് ആയിക്കോട്ടെ, നല്ല ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം അവർക്ക് അവൈലബിൾ ആണെങ്കിൽ, അങ്ങനെ ഒരു അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ, ഇങ്ങനെ എനിക്ക് എന്തും ഷെയർ ചെയ്യാനുള്ള നല്ല പാരൻസാണ്, എനിക്ക് നല്ല ഫ്രണ്ട്സാണ് എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ ആങ്സൈറ്റികളും, അവരുടെ എന്ത് ഗിൽറ്റി ഫീലിംഗ്, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, എന്തെങ്കിലും കുറ്റബോധങ്ങളും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മനസ്സാക്ഷി കുത്തുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് അതിൽ നിന്ന് മോചിതനാവാൻ അല്ലെങ്കിൽ മോചിതയാവാനായിട്ട് അവർക്ക് സാധിക്കും. നാലാമതായിട്ട് ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻ. ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡ്രഗ്, ആൽക്കഹോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നവർ ഒരുപാട് സൈനുകൾ കാണിക്കുന്നുണ്ട്. അവർ അതിൽ അകപ്പെട്ടവർ അവരുടേതായ കുറേ സിംറ്റംസ് അല്ലെങ്കിൽ അവർ സൈനുകൾ, ഇത് അവർ അഡിക്റ്റഡ് ആയി തുടങ്ങി എന്നുള്ളതിൻ്റെ സൈനുകൾ കാണിക്കും. സോ ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും എപ്പോഴും ഒരുപാട് ശ്രദ്ധയുണ്ടായിരിക്കണം. അവർക്ക് ഓൾവേസ് കെയർഫുള്ളായിരിക്കണം. ഇതുപോലത്തെ ഡേഞ്ചർ സൈനുകളെ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തൊക്കെ ടെൻഡൻസിൽ ഈ അഡിക്ഷൻ ആവാനുള്ള, അഡിക്ഷനിലേക്ക് അവരെത്തി എന്ന് തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ അഡിക്ഷൻ ആവാനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാർ, കുട്ടികൾ, അവരെയൊക്കെ പെട്ടെന്ന് ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആയാലും തിരിച്ചറിയണം. സോ അവർക്ക് എപ്പോഴും, ടീച്ചേഴ്സിനും പാരൻസിനും എപ്പോഴും ഇതുപോലെ കുട്ടികളുടെ മേലെ, അഡോളസൻസ് അല്ലെങ്കിൽ യങ് ഏജ് ഗ്രൂപ്പിൻ്റെ മേലെ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം. ഇതുപോലത്തെ ഡേഞ്ചർ സൈനുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ അഡിക്ഷനിലേക്ക് ആയിട്ടുണ്ടോ, അഡിക്റ്റഡ് ആയിട്ടുണ്ടോ, അതിനുള്ള ടെൻഡൻസി ഉണ്ടോ എന്നൊക്കെ വളരെ ശ്രദ്ധാപൂർവം അവരെ നിരീക്ഷിക്കേണ്ടതാണ്. ഇനി ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെയുള്ള ആ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും ഒരാൾ യൂസ് ചെയ്യണതായിട്ട്, ഡ്രഗ്സോ ആൽക്കഹോളോ ഈ പറഞ്ഞ ഫ്രണ്ട്സിൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും ഇത് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ഒട്ടും തന്നെ മടികൂടാതെ പാരൻസിനെയോ ടീച്ചേഴ്സിനെയോ അറിയിക്കേണ്ടതാണ്. പേരൻസ്, ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഏത് പേഴ്സണാണോ കറക്റ്റ് പേഴ്സൺ ഇത് ഇൻറ്റിമേറ്റ് അറിയിക്കേണ്ടതായിട്ടുള്ള പേഴ്സൺ, അവരെ തീർച്ചയായിട്ടും ഇത് അറിയിക്കേണ്ടതാണ്. സോ ആര് തന്നെയായാലും, കൂടെ പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിലും സ്കൂളിലായാലും കോളേജുകളിലാണെങ്കിലും ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് മനസ്സിലായി കഴിഞ്ഞാൽ ഒട്ടും മടികൂടാതെ, ഒരിക്കലും ഒരു മടികൂടാതെ ഇത് തീർച്ചയായിട്ടും പാരൻസിനെയോ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റീസിനെയോ അറിയിക്കേണ്ടതാണ്. ഈ ഇൻഫർമേഷൻ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, ഡ്രഗ് അഡിക്റ്റഡ് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് സംശയം തോന്നിയാലും നിങ്ങൾ ആ ഒരു ഇൻഫർമേഷൻ അറിയിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ എത്രയും പെട്ടെന്ന് ഇതിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെമഡി, പരിഹാരങ്ങളും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റുകളും ഈ പറഞ്ഞ അതോറിറ്റീസിനായാലും പാരൻസിനായാലും ടീച്ചേഴ്സിനായാലും തരാൻ പറ്റുള്ളൂ. പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ്, കൗൺസിലിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ അത് എല്ലാം പ്രോപ്പറായിട്ട് തരണമെങ്കിൽ എത്ര പെട്ടെന്ന് അറിയുന്നു ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ, അത്ര പെട്ടെന്ന് ഇതിന് കൺസേൺഡ് ആയിട്ടുള്ള പാരൻസ്, ടീച്ചേഴ്സ് അല്ലെങ്കിൽ അതോറിറ്റീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ആയാലും റെമഡി ആയാലും ഗൈഡൻസ് ആണെങ്കിലും മെഡിക്കൽ ഹെൽപ്പായാലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അഞ്ചാമത്തേതാണ് സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രഗ് യൂസേജ് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസ് ഉള്ളവർ, ഇവർക്ക് ഇങ്ങനെ ഇത് സഫർ ചെയ്യുന്ന ആൾക്കാർ, ഡ്രഗ് യൂസേജ് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസ് സഫർ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇതുപോലെ അകപ്പെട്ടവരായവർ, ഡ്രഗ് അഡിക്റ്റ് ആയാലെങ്കിലും ആൽക്കഹോൾ ഒരുപാട് അബ്യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഇവർക്ക് തീർച്ചയായിട്ടും ഒരു ഹെൽപ്പ് വേണ്ടതാണ്. അത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പ് തന്നെ അവർക്ക് വേണം. ആ മെഡിക്കൽ ഹെൽപ്പ് എന്നത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അഥവാ സൈക്കാട്രിസ്റ്റ്, ഇവരിൽ നിന്നൊക്കെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ പേഴ്സണിൽ നിന്ന് മെഡിക്കൽ ഹെൽപ്പ് തീർച്ചയായിട്ടും ഇതുപോലെ ഡ്രഗ് അഡിക്റ്റ് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസ്ഡ് ആയിട്ടുള്ള അങ്ങനെ വിക്റ്റിമായിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് വേണ്ടതാണ്. സോ പിന്നെ അവരെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട്, ഇങ്ങനെ അകപ്പെട്ട കുട്ടികളിൽ നിന്ന് യങ്സ്റ്റേഴ്സിന്, അഡോളസൻസിൽ ആരെയായാലും പുറത്തു കൊണ്ടുവരാനായിട്ട് നമുക്ക് ഡി അഡിക്ഷൻ, ഇതുപോലെ വിത്ഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നവരെ, അഡിക്ഷൻ ഉള്ളവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്, അതിൽ നിന്ന് ആ ഒരു അഡിക്ഷൻ ടെൻഡൻസി റിമൂവ് ചെയ്യാനായിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററുകളിലും അതുപോലെ പ്രോഗ്രാമുകളിലും റീഹാബിലിറ്റേഷൻ, ഇങ്ങനെ വന്നവരെ അവരെ തിരിച്ചൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാനായിട്ട് പുനരധിവാസ കേന്ദ്രങ്ങൾ എന്ന് പറയും. ഇതൊക്കെ ഈ ഇൻഡിവിജ്വൽസിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ അങ്ങനത്തെ പ്രോഗ്രാംസുകളിലൊക്കെ കൊണ്ടിരുത്തേണ്ടതാണ്. ആ പ്രോഗ്രാമുകളിലൂടെ ഈ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. ഇനി ആരെങ്കിലും ഇതുപോലെ അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ ഇതുപോലത്തെ ഒരു ബാഡ് ഹാബിറ്റുകളിലോ ഡ്രഗ് ആൽക്കഹോൾ യൂസേജിലൂടെ കടന്നുപോയി ഹൈലി ക്രോണിക് ആയിട്ടുള്ളവർ എത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനോട് പോയിക്കൊണ്ടിരിക്കുന്നവരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഡി അഡിക്ഷനും റീഹാബിലിറ്റേഷൻ, പുനരധിവാസം പോലത്തെ പ്രോഗ്രാമുകളൊക്കെ ഒരു പരിധിവരെ സഹായിക്കുന്നതാണ്. ഇനി
ഇതുപോലത്തെ ആളുകൾക്ക് ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടും ഒരുപാട് ആൽക്കഹോൾ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇതുപോലത്തെ ഒരു ഹെൽപ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനത്തെ എഫക്റ്റഡ് ഇൻഡിവിജ്വലിന് ഒരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവരുടേതായ ഒരു സഫീഷ്യൻറ്റ് എഫേർട്ട്, അവർ തനിയെ ഒരു എഫേർട്ടും നമ്മുടേതായ എഫേർട്ടും അവരുടേതായ എഫേർട്ടും അതുപോലെ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നൊരു വിൽ പവറും ഉണ്ടെങ്കിൽ ഈ ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വിക്ടിമിന് തീർച്ചയായിട്ടും ഇതുപോലത്തെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ലൈഫിൽ നിന്ന് തിരിച്ചു വന്ന് കംപ്ലീറ്റ്ലി തിരിച്ചു വരാനും അതുപോലെ ഒരു പെർഫെക്റ്റ് നോർമൽ ഹെൽത്തി ലൈഫ് സ്വീകരിക്കാനും അവർക്ക് പറ്റുന്നതാണ്. സോ അതിനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതാണ്. സോ തിരിച്ച് അവർക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ അകപ്പെട്ടവരെയും നമ്മൾ ഇതുപോലത്തെ ഡി അഡിക്ഷൻ സെൻ്ററുകളിലും റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമുകളും കൊണ്ടുപോയി ഇതുപോലെ മെഡിക്കൽ ഹെൽപ്പ്, സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പിലൂടെ തിരിച്ച് നമുക്ക് അവരെ ഒരു നോർമൽ ഹെൽത്തി ലൈഫിലേക്ക്, പെർഫെക്റ്റ്ലി നോർമൽ ഹെൽത്തി ലൈഫിലേക്ക് അവർക്ക് ആ പ്രോബ്ലത്തിൽ നിന്ന് കംപ്ലീറ്റ്ലായിട്ട് വിട്ടുകൊണ്ടുവരാൻ അവരുടേതായ എഫേർട്ടും അവരുടേതായ വിൽ പവറിലൂടെയും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, അവോയ്ഡ് അൺഡ്യൂ പ്രഷർ. കുട്ടികളുടെ മേലെ അനാവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള അവരുടെ എബിലിറ്റിക്ക് അപ്പുറത്തുമുള്ള ഒരു പെർഫോമൻസും അവരിൽ നിന്ന് ആവശ്യപ്പെടരുത്. അവരെ ഒരിക്കലും മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യരുത്. ഒരു പ്രഷർ അവർക്ക് ഒഴിവാക്കണം. രണ്ടാമത്തെ, എഡ്യൂക്കേറ്റിംഗ് ആൻഡ് കൗൺസിലിംഗ്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും കൗൺസിലിങ്ങും കൊടുത്ത് അവരെ ഇതുപോലത്തെ ഹാബിറ്റുകളിൽ പെടാതെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. ഇതിൻ്റെ ഇമ്പാക്റ്റുകളൊക്കെ മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് തിരിച്ചു വരാൻ പറ്റണം. മൂന്നാമത്തെ, സീക്കിംഗ് ആൻഡ് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് പിയേഴ്സ്. അവർക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പാരൻസുമായിട്ടും അതുപോലത്തെ പിയേഴ്സുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ അവരവരുടെ ആങ്സൈറ്റി ആയാലും എന്തെങ്കിലും ഗിൽറ്റി ഫീലിംഗ് ഉണ്ടെങ്കിലും ഒക്കെ അവർ ഷെയർ ചെയ്ത് അതിൽ നിന്ന് അവർക്ക് തിരിച്ചു വരാൻ പറ്റും. അതുപോലെ ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻ. ഇതുപോലെ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൽക്കഹോൾ അബ്യൂസ് ആയിട്ടുള്ള അവരിൽ കാണിക്കുന്ന ആ ടെൻഡൻസികൾ തിരിച്ചറിയാനായിട്ട് പാരൻസിനും ടീച്ചേഴ്സിനും പറ്റണം. അതുപോലെ ആരെങ്കിലും ഉപയോഗിക്കുന്നത് കണ്ടാൽ അത് കറക്റ്റായിട്ടുള്ള അതോറിറ്റിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതിന് പ്രോപ്പറായിട്ടുള്ള റെമഡിയും സ്റ്റെപ്സുകളും ട്രീറ്റ്മെൻറ്റുകളും എടുക്കാൻ പറ്റുന്നതാണ്. അഞ്ചാമത്തത്, സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. ഇതുപോലെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പ്, സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പുകൾ വേണം. ഡി അഡിക്ഷൻ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസുകൾ വേണം. അതുപോലെ ഇത് നിർഭാഗ്യവശാൽ ഈ പോലെ ഹാബിറ്റുകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർക്ക് ഈ പ്രോഗ്രാമുകളിലൂടെ തിരിച്ചു കൊണ്ടുവരാം. സഫീഷ്യൻ്റ് ആയിട്ടുള്ള എഫേർട്ടും അവരുടേതായ അവരുടെയും നമ്മുടെയും ഒരു എഫേർട്ടും അതുപോലെ അവരുടെ വിൽ പവർ കൊണ്ടും ഈ പേഷ്യൻറ്റിനെ കംപ്ലീറ്റ്ലി ഈ പ്രോബ്ലത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് നല്ലൊരു നോർമൽ ഹെൽത്തി ലൈഫ് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നു. സോ ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഈ കൺട്രോൾ കൊണ്ടും നമുക്ക് ഇതുപോലത്തെ ഒരു തലമുറ ഇനി ഉണ്ടാവാതെ നോക്കാനും അങ്ങനെയുള്ള തലമുറയിൽ തിരിച്ചു കൊണ്ടുവന്ന് ഒരു ഹെൽത്തി ഒരു ജനറേഷനിലേക്ക് ആക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. സോ ഇതിന് എല്ലാവർക്കും, നമ്മുടെ സൊസൈറ്റിക്ക് എല്ലാവർക്കും, ഇതിൽ എസ്പെഷ്യലി പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇതിലൂടെ നമ്മുടെ സൊസൈറ്റിക്കും ഇതിനൊരു ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ലഹരികളിൽ നിന്ന് വിമുക്തമായിട്ടുള്ളൊരു ജനതയെ അല്ലെങ്കിൽ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ.